ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമാസക്ത സമരം കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. നിയമസഭയിൽ സർക്കാരിൻ്റെ നയപ്രഖ്യാപനം ഒരു പ്രതിഷേധമെന്നോണം ഗവർണർ മുഴുവൻ വായിക്കാനിരുന്നതാണ് പുതിയ പ്രകോപനം. കൊട്ടാരക്കര സദാനന്ദപുരം അവധൂര ആശ്രമത്തിൽ സദാനന്ദ സ്വാമികളുടെ സമാധി ശതാബ്ദി ഉദ്ഘാടനത്തിന് പോവുകയായിരുന്ന ഗവർണറെ നിലമേലിൽ SFIക്കാർ ആക്രമിക്കാൻ ശ്രമിച്ചത് വലിയ സംഘർഷത്തിനും നാടകീയ സംഭവങ്ങൾക്കും ഇടവരുത്തി. ഗവർണറുടെ ഔദ്യോഗിക വാഹനത്തിന് നേർക്ക് 75ഓളം SFIക്കാർ ആക്രോശവുമായി പാഞ്ഞെടുക്കുകയായിരുന്നു. ഗവർണറെ ആക്രമിക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ പോലീസ് പിടിച്ചു മാറ്റുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് കാറിൽ നിന്നിറങ്ങിയ ഗവർണർ അവിടെ ഇരിക്കുകയും സ്ഥിതിഗതികളുടെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കുകയും ചെയ്തു. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും രൂക്ഷമായി വിമർശിച്ച ഗവർണർ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ചില SFIക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തതിൻ്റെ FIR കോപ്പിയുമായാണ് അവിടെ നിന്ന് പോയത്. പ്രതീക്ഷിച്ചതുപോലെ ആക്രമത്തെ ന്യായീകരിച്ചുകൊണ്ടും ഗവർണറെ പരിഹസിച്ചുകൊണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണവുമുണ്ടായി. ഗവർണർ ആവർത്തിച്ചു പറയുന്നത് പോലെ SFIക്കാരുടെ ആക്രമണത്തിന് പിന്നിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയനാണെന്ന് ആർക്കും മനസ്സിലാക്കും. അധികാരത്തിൻ്റെ ഹുങ്കിൽ നിയമത്തെ ലംഘിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ നടപടികളെ ഗവർണർ ചോദ്യം ചെയ്യുന്നതാണ് മുഖ്യമന്ത്രിയും കൂട്ടരെയും പ്രകോപിതരും അക്രമാസക്തരുമാക്കുന്നത്. സർവകലാശാലകളിലെ വഴിവിട്ട നിയമനങ്ങളുടെ കാര്യത്തിൽ കോടതികളിൽ നിന്ന് ഗവർണർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കുന്നതും ക്ഷേമ പെൻഷനുകളും സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞിയുമൊക്കെ മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് തേടുകയും ചെയ്തതാണ് ഗവർണറെ ഭയപ്പെടുത്തി പിന്മാറ്റാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. SFI അക്രമികളെ ഇതിന് ഉപയോഗിക്കുകയാണ്. പോലീസിൻ്റെ അറിവോടും സമ്മതത്തോടും സംരക്ഷണത്തിലുമാണ് ഗവർണർക്കെതിരെ SFIക്കാർ അഴിഞ്ഞാടുന്നത്. അവരെ പ്രതിഷേധിക്കാനായി എത്തിക്കുന്നതും പിടിച്ചുകൊണ്ടുപോകുന്നതും പോലീസാണെന്ന ഗവർണറുടെ ആരോപണം ഗുരുതരമാണ്. ഗവർണറെ ശാരീരികമായി പോലും ആക്രമിക്കാൻ ശ്രമിക്കുന്നവരോട് പോലീസ് കാണിക്കുന്ന മൃദു സമീപനം ജനങ്ങൾ കാണുന്നുണ്ട്. ഗവർണർക്കെതിരായ ആക്രമണം തങ്ങൾ ഇനിയും തുടരുമെന്നും SFI നേതാക്കൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ സർക്കാരിൽ നിന്നും പോലീസിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയാണ്. പ്രതിഷേധ സമരങ്ങളോടുള്ള പോലീസിൻ്റെ ഇരട്ടത്താപ്പ് പ്രകടമാണ്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നവരെ മണിക്കൂറുകൾക്ക് മുൻപേ പിടിച്ചുകൊണ്ടുപോകുന്ന പോലീസ് ഗവർണറുടെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന പോലീസ് ഇവിടെ SFIക്കാർക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയാണ്. വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണിത്. സർക്കാരിൻ്റെ തലവനായ ഒരാളുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന സാഹചര്യം രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തുമില്ല. ഇത് മനസ്സിലാക്കിയാണ് കേന്ദ്ര സർക്കാർ ഗവർണർക്ക് CRPFൻ്റെ Z+ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ഇതുപ്രകാരം ഗവർണർക്ക് ബുള്ളറ്റ് പ്രൂഫ് വാഹനം ലഭിക്കും. ഗവർണർക്കെതിരായി നടക്കുന്ന അസാധാരണമായ നീക്കങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും പല മന്ത്രിമാർക്കുമെതിരെ കോടാനുകോടി രൂപയുടെ അഴിമതി ആരോപണങ്ങൾ ഉയരുകയും അതിനെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ കൂടിയാണ് ഗവർണർക്കെതിരായ അക്രമാസക്ത സമരത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത്. അഴിമതിക്കാരായ ഇക്കൂട്ടരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിലൂടെ മാത്രമേ ഇപ്പോഴത്തെ സ്ഥിതിഗതിക്ക് മാറ്റം വരാൻ പോകുകയുള്ളൂ. ഇവരെ അധികാരത്തിൽ തുടരാൻ അനുവദിച്ചാൽ ക്രമസമാധാനത്തിൻ്റെ സമ്പൂർണ്ണ തകർച്ചയായിരിക്കും ഫലം.